ഓം ശ്രീം. ഇന്ന് നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ് കുറച്ച് ചെയ്ത് നോക്കാം. ആർക്കൊക്കെയാണോ ഈ കാർഡുകൾ റെസണേറ്റ് ചെയ്യണത് അവർ ഇതിനെ സ്വീകരിക്കുക. ആർക്കാണ് റെസണേറ്റ് ചെയ്യാത്തത് അവരിത് വിട്ട് കളയുക. അവർക്കായി അടുത്ത റീഡിങ്ങിൽ അടുത്ത റീഡിങ്സിൽ വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ കുറച്ച് കാർഡുകൾ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ, പ്രസൻറ്റ്, പാസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതെന്ന്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വന്ന് 9 ഓഫ് വാൻസ് ആണ് കാണാൻ കഴിയുന്നത്. സോ ഇത് വന്ന് ഒരു നോ കാർഡാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം ബുദ്ധിമുട്ടിലാണെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ വിശ്രമമാണ് വേണ്ടത് നിങ്ങൾക്ക് ഈ സമയം. അല്ലാണ്ട് കഠിനമായി അധ്വാനിച്ച് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം റിലേഷൻഷിപ്പിൽ വരുത്താതിരിക്കുകയാണ് നല്ലത്. ഒരു വലിയ പോരാട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് കൂടി ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ കാർഡ് കാണിക്കുന്നത്. കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ നിങ്ങളെ മാനസികമായി ശാരീരികമായി തളർത്തിയിട്ടുണ്ടാകാം. എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും പിന്മാറാൻ തയ്യാറല്ല എന്ന മനോഭാവമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മാനസികമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പങ്കാളിയുടെ മുന്നിൽ നിങ്ങൾക്ക് മനസ്സ് പൂർണ്ണമായി തുറക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ പഴയ ബന്ധങ്ങളിലെ കൈപ്പേറിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ മുൻപുണ്ടായ വഴക്കുകൾ കാരണം നിങ്ങൾ ഭയപ്പെടുന്നു. വീണ്ടും വേദനിക്കപ്പെടുമോ എന്ന പേടി കാരണം നിങ്ങൾ ഇപ്പോഴും ജാഗ്രതയിലാണെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതിലൊരു തളർച്ച കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കാം ആ തളർച്ചയ്ക്കുള്ള കാരണമെന്ന്, എന്തായിരുന്നു നിങ്ങളുടെ പാസ്റ്റ് എന്ന്. സോ ഇതിൽ കാണിക്കുന്നത് 3 ഓഫ് കപ്പാണ്. സോ ഇത് സൂചിപ്പിക്കുന്നത് ഇതിൽ ഒരു പോസിറ്റീവ് കാർഡാണ്. അതായത് 3 ആളുകളുടെ കൂട്ടായ്മയെ കാണിക്കുന്നു. ഓക്കെ, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ അമിതമായ സൗഹൃദങ്ങൾ കാരണം പങ്കാളി നിങ്ങളെക്കാൾ കൂടുതൽ സമയം സുഹൃത്തുക്കൾക്കോ സോഷ്യൽ ലൈഫിനോ നൽകിയത് നിങ്ങളിൽ അവഗണനയും സംശയവും ഉണ്ടാക്കിയതായാണ് ഈ കാർഡ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിനൊരു കാർഡും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കാം. അതായത് 3 ഓഫ് കപ്പിനോടൊപ്പം 7 ഓഫ് സോഡ്സ് കൂടെ കണ്ടുവരുന്നതിനാൽ വളരെ ആസൂത്രിതമായ ഒരു വഞ്ചനയോ രഹസ്യങ്ങളോ ആയിരുന്നു എന്നതാണ് കാണിക്കുന്നത്. അതായത് പങ്കാളി നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വച്ചു. ഫോൺ കോളുകൾ, മെസ്സേജുകൾ അല്ലെങ്കിൽ അവർ പോകുന്ന സ്ഥലങ്ങൾ എന്നിവ രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ കാർഡിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊരു കൂട്ടായ്മയിലോ സുഹൃത്തുക്കൾക്കിടയിലോ ആയിരുന്നപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പുറകിൽ ചില കളികൾ നടന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ഫ്യൂച്ചർ വന്ന് നൈറ്റ് ഓഫ് കപ്പാണ് കാണിക്കുന്നത്. ഇതൊരു വളരെ പോസിറ്റീവായ കാർഡാണ്. ചുരുക്കത്തിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രണയത്തെ അഥവാ പുതിയൊരു റിലേഷൻ അഥവാ ഇപ്പോഴത്തെ റിലേഷനെ തന്നെ നിങ്ങൾ നന്നായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നതായാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ പങ്കാളി അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിലെ സംശയങ്ങൾ മാറ്റി കൂടുതൽ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിലെ വൈകാരികപരമായ അകലം ഇല്ലാതാകുകയും പരസ്പരം കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യും എന്നതാണ് കാണിക്കുന്നത്. അതായത് ഒരു റൊമാൻറ്റിക് വ്യക്തിയുടെ അതായത് നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കുന്ന, കലയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന വളരെ റൊമാൻറ്റിക്കായ ഒരാൾ ജീവിതത്തിലേക്ക് വരും എന്നതാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചതും അതുപോലെയുള്ള കെയറിങ്ങും സ്നേഹമുള്ള ഒരു ബന്ധമായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ നമുക്കിനിയൊരു കാർഡ് കൂടെ നോക്കാം. നൈറ്റ് ഓഫ് വാൻസ്. ഇതുകൂടെ അങ്ങനെ തന്നെ ഒരു പോസിറ്റീവായ കാർഡാണ്. അതായത് ബന്ധത്തിലെ നിഷ്ക്രിയത്വവും സങ്കടങ്ങളും മാറും. ജീവിതത്തിലേക്ക് തീവ്രമായ പ്രണയവും ആകർഷണവും തിരിച്ചു വരും. വളരെ പെട്ടെന്നായിരിക്കും ഇതൊക്കെ സംഭവിക്കുക. ധൈര്യം കൈവരിക്കുക. പഴയ മുറിവുകൾ മറന്ന് ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ വീണ്ടെടുക്കും എന്നാണ്.